ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ആയുധം എല്ലായ്പ്പോഴും മിസൈൽ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ അത് ശബ്ദമില്ലാതെ കടലിനടിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സബ്മറൈൻ ആയിരിക്കാം. അത് എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരു രാജ്യത്തിന്റെ തുറമുഖങ്ങളും ഓയിൽ റൂട്ട്സും നേവൽ ബേസും വരെ വലിയ ഭീഷണിയിലാകും. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തെ എല്ലാ വലിയ നേവികളും ഒരു കാര്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്: സബ്മറൈൻ ഹണ്ടിംഗ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും നമ്മുടെ ശത്രു രാജ്യങ്ങളുടെ സബ്മറൈൻസിന് ഇനി ഒരിക്കലും ഒരു തരത്തിലും ഒളിച്ചിരിക്കാൻ കഴിയില്ല. ഇന്ത്യൻ നാവികസേനയുടെ സമുദ്ര കരുത്തിന് പുതിയൊരു തലമാനം നൽകിക്കൊണ്ട് ഒരു പുതിയ സബ്മറൈൻ ഹണ്ടർ കൂടി കമ്മീഷൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ് INS മാൽവൻ. നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ഈ അത്യാധുനിക വാർഷിപ്പ് ഒരു സാധാരണ കപ്പലല്ല. ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ മറ്റൊരു വലിയ വിജയമായിട്ടാണ് പ്രതിരോധ മേഖല വിലയിരുത്തുന്നത്. ചരിത്ര പ്രസിദ്ധമായ ഛത്രപതി ശിവജി മഹാരാജിന്റെ പ്രശസ്തമായ ആയുധമായ വാഘ് നഖ് ആണ് ഈ കപ്പലിന്റെ ക്രെസ്റ്റിലുള്ളത്. ശത്രുക്കൾ അറിയാതെ മിന്നൽ വേഗത്തിൽ ആക്രമിച്ചു കീഴടക്കുന്ന ഈ കപ്പൽ എങ്ങനെയാണ് ഇന്ത്യൻ നാവികസേനയുടെ യഥാർത്ഥ ഗെയിം ചേഞ്ചർ ആകുന്നത്? വരും വർഷങ്ങളിൽ ഇത് നമ്മുടെ തീരദേശ സുരക്ഷയെ എങ്ങനെ മാറ്റിമറിക്കും? നമുക്ക് വിശദമായിട്ട് നോക്കാം. കർണാടകയിലെ നാവിക താവളമായ കാർവാറിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബിഗ് കമ്മീഷനിംഗ് ഇവന്റ് നടന്നത്. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് ആണ് ഈ ചരിത്രപരമായ ചടങ്ങിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്തത്. വെസ്റ്റേൺ നേവൽ കമാൻഡ് വൈസ് അഡ്മിറൽ സഞ്ജയ് വത്സായൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ സാന്നിധ്യം അറിയിച്ചു. ഇവിടെ നമ്മൾ മലയാളികൾക്ക് പ്രത്യേക അഭിമാനത്തിന് വകയുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ഈ മാഹി ക്ലാസ് കപ്പലുകൾ പൂർണ്ണമായും ഡിസൈൻ ചെയ്ത് നിർമ്മിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്താണ് എന്ന് വെച്ചാൽ, ഇതിന്റെ നിർമ്മാണത്തിന്റെ 80% തദ്ദേശീയ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ പ്രതിരോധ വ്യവസായ രംഗത്തിന്റെയും MSME ഉൽപാദകരുടെയും വലിയൊരു വിജയമാണിത്. ഇന്ത്യൻ നാവികസേന ഓർഡർ നൽകിയ 8 മാഹി ക്ലാസ് കപ്പലുകളിൽ രണ്ടാമത്തെ കപ്പലാണ് ഈ INS മാൽവൻ. കപ്പലിന്റെ പേരും കപ്പലിന്റെ സിംബലുമാണ് അടുത്ത വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിലെ ചരിത്ര പ്രസിദ്ധമായ തീരദേശ നഗരമായ മാൽവനിൽ നിന്നാണ് ഈ യുദ്ധക്കപ്പലിന് INS മാൽവൻ എന്ന പേര് ലഭിക്കുന്നത്. 1664 ഛത്രപതി ശിവജി മഹാരാജ് ഇവിടെ നിർമ്മിച്ച സിന്ധുദുർഗ് കോട്ട ഇന്ത്യയുടെ ചരിത്രത്തിലെ തദ്ദേശീയ സമുദ്ര പ്രതിരോധത്തിന്റെ വലിയൊരു പ്രതീകമാണ്. അത്രമാത്രമല്ല, 1983 മുതൽ 2003 വരെ രാജ്യത്തെ സേവിച്ച പഴയ INS മാൽവൻ മൈൻ സ്വീപ്പർ കപ്പലിന്റെ സ്മരണ പുതുക്കൽ കൂടിയാണിത്. എന്നാൽ കപ്പലിന്റെ ക്രസ്റ്റ് നിങ്ങളെ അത്ഭുതപ്പെടുത്തും. 1659 ബിജാപൂർ ജനറൽ അഫ്സൽ ഖാനെ പരാജയപ്പെടുത്താൻ ശിവജി മഹാരാജ് ഉപയോഗിച്ച വിഖ്യാതമായ വാഘ് നഖ് അല്ലെങ്കിൽ ബാഗ് നഖ ടൈഗേഴ്സ് ക്ലോ ആണ് ഇതിന്റെ സിംബൽ എന്ന് പറയുന്നത്. ശിവജി മഹാരാജ് ഇന്ത്യയുടെ സമുദ്ര സുരക്ഷയ്ക്ക് നൽകിയ സംഭാവനയും ശക്തമായ നേവൽ ട്രഡിഷനും ആദരിക്കാനാണ് ഇങ്ങനെ ഒരു തീരുമാനം. ഇന്ത്യൻ നാവികസേനയിൽ ഒരു യുദ്ധക്കപ്പലിന് വാഘ് നഖ സിംബലായിട്ട് നൽകുന്നത് ഇത് ആദ്യമാണ്. സൈലന്റ് ക്ലോസ്, അതായത് ഒച്ചയും ബഹളവും ഇല്ലാതെ ശത്രുവിന്റെ കണ്ണു വെട്ടിച്ച് നിശബ്ദമായിട്ട് അടുത്തേക്ക് ചെന്ന് പുലിനഖം പോലെ മാരകമായിട്ട് ആക്രമിച്ച് കീഴടക്കുക. സൈലന്റ്, സ്വിഫ്റ്റ്, ലീഥൽ, അതാണ് INS മാൽവന്റെ സ്വഭാവം. ശബ്ദമില്ലാതെ വേഗത്തിൽ ലക്ഷ്യത്തിലെത്തുന്ന സബ്മറൈൻ ഹണ്ടർ. ഇന്ത്യ ഇപ്പോൾ മാരിടൈം മോഡേണൈസേഷൻ വേഗത്തിലാക്കുകയാണ്. എയർക്രാഫ്റ്റ് കാരിയേഴ്സ്, ഡിസ്ട്രോയേഴ്സ്, ഫ്രിഗേറ്റ്സ്, സ്കോർപിയൻ സബ്മറൈൻസ്, പുതിയ നേവൽ ഹെലികോപ്റ്റേഴ്സ്, ഇപ്പോൾ ഷാലോ വാട്ടർ സബ്മറൈൻ ഹണ്ടേഴ്സ്. ഇവയെല്ലാം ചേർന്ന് ഇന്ത്യയുടെ മാരിടൈം സെക്യൂരിറ്റി ആർക്കിടെക്ചർ കൂടുതൽ ശക്തമാക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സീലെയിൻസ്, എനർജി റൂട്ട്, സ്ട്രാറ്റജിക് പോർട്സ് എന്നിവ സംരക്ഷിക്കുന്നതിൽ ഇത്തരം കപ്പലുകൾക്ക് വലിയ പങ്കുണ്ടാകും. മിലിറ്ററി ചരിത്രകാരന്മാർ പറയുന്നത് പോലെ ആൾബലം കൊണ്ടല്ല, മറിച്ച് തന്ത്രവും സ്റ്റെൽത്തും വിവേകവും കൊണ്ട് വലിയ ശത്രുവിനെ കീഴടക്കുക എന്ന സന്ദേശമാണ് ഈ വാഘ് നഖ് ക്രെസ്റ്റ് പ്രതിനിധീകരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ടെക്നിക്കൽ പവറിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഇതിനെ ആഴമില്ലാത്ത കടലിലെ വേട്ടക്കാരൻ എന്ന് വിളിക്കുന്നത്? എത്ര പേർക്കറിയാം ഈ വലിയ എയർക്രാഫ്റ്റ് കാരിയേഴ്സിനോ അല്ലെങ്കിൽ ഫ്രിഗേറ്റ്സിനോ ആഴം കുറഞ്ഞ തീരദേശ മേഖലകളിൽ ചെന്ന് പ്രവർത്തിക്കാൻ പരിമിതികളുണ്ട് എന്ന്? എന്നാൽ ശത്രു രാജ്യങ്ങളുടെ ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻസ് പലപ്പോഴും തീരങ്ങളോട് ചേർന്ന് ഒളിച്ചിരുന്ന് ആക്രമണം നടത്താൻ ശ്രമിക്കും. അതിനെ ചെറുക്കാനാണ് ഈ പുതിയ ASW SWC, അതായത് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രധാന ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. ഒന്നാമതായിട്ട് നീളവും ഭാരവും ഏകദേശം 80 മീറ്റർ നീളവും 1100 ടണ്ണോളം ഡിസ്പ്ലേസ്മെന്റുമുള്ള ഒരു മാസീവ് ഡിസൈൻ ആണ് ഈ കപ്പലിന്റേത്. ഇനി വാട്ടർ ജെറ്റ് പ്രൊപ്പൽഷൻ ആണ്. സാധാരണ പ്രൊപ്പല്ലേഴ്സിന് പകരം അത്യാധുനിക വാട്ടർ ജെറ്റുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ ആഴം കുറഞ്ഞ വെള്ളത്തിലും അതിവേഗത്തിലും കൃത്യതയോടെയും മനോഹരമായിട്ടും വഴങ്ങി സഞ്ചരിക്കാൻ ഇതിന് കഴിയും. ഇനി ഹൈടെക് സോണാർ സിസ്റ്റമാണ്. സമുദ്രത്തിനടിയിലൂടെയുള്ള ശത്രുക്കളുടെ ചലനം സെക്കൻഡുകൾക്കുള്ളിൽ കണ്ടെത്താൻ സാധിക്കുന്ന അഡ്വാൻസ്ഡ് ആക്റ്റീവ്
പാസീവ് സോണാറുകൾ ഇതിലുണ്ട്. ഇനി ആക്രമണ ആയുധങ്ങൾ, വെപ്പൺസ്. ശത്രു സബ്മറൈനുകളെ തകർക്കാൻ മൾട്ടി ഫംഗ്ഷണൽ ആന്റി സബ്മറൈൻ റോക്കറ്റ്സ്, ലൈറ്റ് വെയ്റ്റ് ടോർപിഡോസ് എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. സബ്മറൈൻ ഹണ്ടിങ്ങിന് പുറമെ മൈനുകൾ സ്ഥാപിക്കാനും കണ്ടെത്താനും കോസ്റ്റൽ പാട്രോളിംഗിനും ലോ ഇന്റൻസിറ്റി മാരിടൈം ഓപ്പറേഷൻ LIMOയ്ക്കും ഇത് ഉപയോഗിക്കാം. ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ സമുദ്ര സുരക്ഷയ്ക്ക് ഇന്ത്യ നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ്. അന്താരാഷ്ട്ര സമുദ്ര വാണിജ്യ പാതകളെ സുരക്ഷിതമാക്കേണ്ടത് നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്കും അത്യാവശ്യമാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനീസ് നാവികസേനയുടെ സാന്നിധ്യവും അവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ കരുനീക്കങ്ങളും നാം കാണുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ 16 പുതിയ ASWSWC കപ്പലുകൾ പൂർണ്ണമായിട്ട് നാവികസേനയുടെ ഭാഗമാകുമ്പോൾ ഇന്ത്യയുടെ അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും തീരദേശ പ്രതിരോധം പൂർണ്ണമായും അജയമാകും. വലിയ വാർഷിപ്സ്, എയർക്രാഫ്റ്റുകൾ, വലിയ സബ്മറൈൻസ് എന്നിവയ്ക്കൊപ്പം ഒരേ താളത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ INS മാൽവനും അതിന്റെ കൂട്ടാളികൾക്കും സാധിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ സമുദ്ര അതിർത്തികൾ കാക്കാൻ, ശത്രുക്കളുടെ ഉറക്കം കെടുത്താൻ നമ്മുടെ സ്വന്തം മാൽവൻ തയ്യാറായി കഴിഞ്ഞു. തദ്ദേശീയമായി നമ്മൾ വികസിപ്പിച്ചെടുത്ത ഇത്തരം യുദ്ധക്കപ്പലുകൾ ആഗോള പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ സെൽഫ് റിലയൻസ് അല്ലെങ്കിൽ ആത്മനിർഭരത എത്രത്തോളം വളർന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ്. കടലിൽ ഏറ്റവും അപകടകാരിയായ ശത്രു എല്ലായ്പ്പോഴും കാണാൻ കഴിയുന്നവനല്ല, കാണാൻ കഴിയാത്തവനാണ്. അത്തരം ശത്രുവിനെ കണ്ടെത്തി തടയാൻ കഴിയുന്ന ശേഷിയാണ് ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ മാരിടൈം പവർ എന്ന് പറയുന്നത്. INS മാൽവന്റെ കമ്മീഷനിങ് ഒരു പുതിയ യുദ്ധക്കപ്പൽ കൂടി നേവിയിൽ ചേർന്നു എന്ന ഒരു കേവലം വാർത്തയല്ല. ഇന്ത്യയുടെ കടലിനടിയിലെ സുരക്ഷ കൂടുതൽ ശക്തമാകുന്നു എന്ന പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. ഭാവിയിലെ നേവൽ വാർഫെയറിൽ ജയിക്കുന്നത് ഏറ്റവും വലിയ കപ്പലുള്ള രാജ്യമായിരിക്കണം എന്നില്ല, ഏറ്റവും ആദ്യം ശത്രുവിനെ കണ്ടെത്തുന്ന രാജ്യമായിരിക്കും. INS മാൽവൻ അതിനായുള്ള ഇന്ത്യയുടെ പുതിയ ശക്തമായിട്ടുള്ള ആയുധമാണ്. ഇഫ് വി ഡോണ്ട് സെൽ ഓയിൽ, നോ വൺ വിൽ. ഞങ്ങൾ എണ്ണ വിറ്റില്ല എങ്കിൽ ആരും എണ്ണ വിൽക്കില്ല. ഈ ഒരു വാചകം, ഈ ഒരു ഭീഷണി ഇറാന്റെ പാർലമെന്റ് സ്പീക്കറും ചീഫ് നെഗോഷിയേറ്ററുമായ മുഹമ്മദ് ബാഖർ ഗാലിബാഫ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ കുറിച്ച ഒരു വാചകം ലോക രാജ്യങ്ങളെ എല്ലാം വിറപ്പിച്ചിരിക്കുകയാണ്. ഇതൊരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമല്ല, ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് നേരെയുള്ള മുന്നറിയിപ്പായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ പുതിയ ഭീഷണികൾ ഉയർത്തുകയും മിഡിൽ ഈസ്റ്റിലെ യുദ്ധ സാഹചര്യം വീണ്ടും കടുപ്പിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറും പ്രധാന ചർച്ചാ പ്രതിനിധിയുമായിട്ടുള്ള ഖാലിബാഫ് ഈ ഒരു ശക്തമായ മുന്നറിയിപ്പ് നൽകിയത്. ഈ വാക്കുകൾ വെറും രാഷ്ട്രീയം മാത്രമാണ്, അതോ ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓയിൽ റൂട്ട് വീണ്ടും അടച്ചുപൂട്ടാനുള്ള നീക്കമാണ്? നോക്കാം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും ശക്തമായ സാഹചര്യത്തിലാണ് ഈ ഒരു പ്രസ്താവന വരുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാൻ വീണ്ടും ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ അമേരിക്ക ഇറാനിലെ പാലങ്ങൾ, വൈദ്യുതി നിലയങ്ങൾ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിടുമെന്നാണ്. ഇതിന് പിന്നാലെയാണ് ഖാലിബാഫ് കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ സന്ദേശം വളരെ വ്യക്തമായിരുന്നു. ഇറാന്റെ സുരക്ഷ അപകടത്തിലായാൽ ഈ മേഖലയിലെ മറ്റാരുടെയും എനർജി എക്സ്പോർട്ട് സുരക്ഷിതമാകില്ല. കാര്യങ്ങൾ വളരെ സങ്കീർണമാണ്. ഈ യുദ്ധത്തിന്റെ സമവാക്യം ഇപ്പോൾ എല്ലാം അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന രീതിയിലേക്ക് മാറിയെന്നാണ് ഖാലിബാഫ് തുറന്നടിച്ചിരിക്കുന്നത്. ഇറാൻ പറയുന്ന പ്രധാന കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, എണ്ണ കയറ്റുമതിയിൽ തുല്യത, ഇക്വാളിറ്റി. ഇറാനെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വിൽക്കാൻ അനുവദിച്ചില്ല എങ്കിൽ ഗൾഫ് മേഖലയിലെ മറ്റൊരൊറ്റ രാജ്യത്തിനും സമാധാനമായിട്ട് എണ്ണ കയറ്റുമതി ചെയ്യാൻ കഴിയില്ല. 2, ഇൻഫ്രാസ്ട്രക്ചറിന്റെ സുരക്ഷയാണ്. ഇറാന്റെ സ്വന്തം സുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കാത്ത ഇടത്തോളം കാലം പശ്ചിമേഷ്യയിലെ ഒരു എണ്ണ റിഫൈനറിയോ ഇൻഫ്രാസ്ട്രക്ചറോ സുരക്ഷിതമായിരിക്കില്ല. 3, ഹോർമുസ് കടലിടുക്കിന്റെ അവസ്ഥ. സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് ഇനി ഒരിക്കലും യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന പഴയ അവസ്ഥയിലേക്ക് മടങ്ങില്ല. അമേരിക്കൻ സേന മേഖലയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറാതെ ഹോർമുസിൽ ഇനി സുരക്ഷയും സമാധാനവും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നും ഇറാൻ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇറാൻ ഇത്രയും കടുപ്പിച്ച് സംസാരിക്കുന്നത്? അതിന് പിന്നിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു മുന്നറിയിപ്പായി. ഹോർമുസിലൂടെ പോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയാൽ ഓരോ ആക്രമണത്തിനും പകരമായിട്ട് ഇറാന്റെ ഓരോ പാലമോ അല്ലെങ്കിൽ പവർ പ്ലാന്റോ അമേരിക്ക ബോംബിട്ട് തകർക്കുമെന്നാണ് ട്രംപ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ ഭീഷണിക്ക് ഇറാൻ വഴങ്ങിയില്ല. ഒരു ഇറാനിയൻ മിലിറ്ററി ഒഫീഷ്യൽ ഇതിന് നൽകിയ മറുപടി എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ സഖ്യകക്ഷികളുടെ സകല ഇൻഫ്രാസ്ട്രക്ചേഴ്സും ഞങ്ങൾ തരിപ്പണമാക്കും. ചുരുക്കത്തിൽ ഇരു വിഭാഗത്തിൽ നിന്നും നയതന്ത്ര ചർച്ചകൾക്ക് പകരം ആക്രമണത്തിന്റെ ആക്കം കൂട്ടുന്ന വാക്കുകളാണ് ഉയർന്നു വരുന്നത്. നമുക്ക് സാമ്പത്തിക ലോകത്തെ ഞെട്ടിക്കുന്ന ലേറ്റസ്റ്റ് ഡേറ്റയിലേക്ക് വരാം. ലോകത്തിൽ സമുദ്രമാർഗം കടത്തിവിടുന്ന എണ്ണയുടെ 5-1 കടന്നു പോകുന്നത് അത്യന്തം തന്ത്രപ്രധാനമായിട്ടുള്ള ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമുസിലൂടെയാണ്. ഈ റൂട്ടിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ വളരെ ഗുരുതരമാണ്. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഇറാഖ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ വലിയൊരു ഭാഗം എനർജി എക്സ്പോർട്ട് ഈ റൂട്ടിനെ ആശ്രയിച്ചിരിക്കുന്നു. ഈ വഴി തടസ്സപ്പെട്ടാൽ ആദ്യം ബാധിക്കുക ഓയിൽ പ്രൈസിനെയും പിന്നീട് ലോക സമ്പദ് വ്യവസ്ഥയുമായിരിക്കും. സൗത്ത് റൂട്ടിൽ മൈനുകൾ, അതായത് ഹോർമുസിന്റെ തെക്കൻ സമുദ്രപാതയിൽ ഇറാൻ മൈനുകൾ പാകിയിട്ടുണ്ട് എന്ന് ഷിപ്പിംഗ് കമ്പനികൾക്ക് മുന്നറിയിപ്പ് ലഭിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇനി ഹൂതികളുടെ എൻട്രി.
റെഡ് സീയിലെ ബാബൽ മന്ദബ് കടലിടുക്കിലൂടെയുള്ള സൗദി എണ്ണക്കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതി വിമതരും ഭീഷണി മുഴക്കി കഴിഞ്ഞു. തുടർന്ന് പല എണ്ണക്കപ്പലുകളും വഴിതിരിച്ചുവിടാൻ നിർബന്ധിതരായി. ഓയിൽ പ്രൈസ് റോക്കറ്റ് കുതിപ്പിൽ പോവുകയാണ്. ഇത് അന്താരാഷ്ട്ര വിപണിയിൽ വൻ ചലനമുണ്ടാക്കി. അതായത് ഈ ഒരു നീക്കം ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ഒറ്റയടിക്ക് വർദ്ധിച്ച് ബാരലിന് $95 മുകളിലേക്ക് കുതിച്ചു. അമേരിക്കയിൽ ഇന്ധനവില ഗണ്യമായിട്ട് വർദ്ധിക്കാൻ ഇത് കാരണമായി. വാക്പോരുകൾക്ക് പുറമെ അതിർത്തികളിൽ പുകയുന്നത് യഥാർത്ഥ യുദ്ധം തന്നെയാണ്. തുടർച്ചയായ 12ാം ദിവസവും ഇറാനിലെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങൾക്ക് നേരെ അമേരിക്കൻ വ്യോമസേന ശക്തമായ ആക്രമണം നടത്തി. തലസ്ഥാനമായ ടെഹ്റാനിലും ശ്രദ്ധേയമായ ബുഷേർ ആണവ നിലയത്തിൽ സമീപവും വലിയ സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിന് തിരിച്ചടിയായിട്ട് ബഹ്റൈൻ, കുവൈറ്റ്, ജോർദൻ എന്നിവിടങ്ങളിലുള്ള US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഈ ഒരു യുദ്ധം പടരുമ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥ വലിയൊരു തകർച്ചയുടെ വക്കിലാണ് നിൽക്കുന്നത്. ഇനിയൊരു പ്രധാന ചോദ്യം, ഇതിന്റെ ആഘാതം ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്കും ഉണ്ടാകുമോ? ഉണ്ട്. ഇന്ത്യ തന്റെ ആവശ്യത്തിനുള്ള വലിയൊരു വിഹിതം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതാണ്. അതിൽ മിഡിൽ ഈസ്റ്റിന് നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. ഹോർമുസ് വഴി ഗതാഗതം തടസ്സപ്പെട്ടാൽ ഓയിൽ പ്രൈസ് ഉയരാൻ സാധ്യതയുണ്ട്. അതിന്റെ പ്രതിഫലം പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം, ചരക്ക് ഗതാഗതം, വിലക്കയറ്റം തുടങ്ങി നിരവധി മേഖലകളിൽ കാണാം. അതുകൊണ്ടാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾ ഈ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയും ഇറാനും തമ്മിലുള്ള വാക്പോരും സൈനിക സമ്മർദ്ദവും തുടരുകയാണ്. ഇറാൻ ഐ ഫോർ ആൻ ഐ എന്ന നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ്. അതേസമയം അമേരിക്കയും സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന സൂചന നൽകുന്നുണ്ട്. ഇതിനിടെ മേഖലയിൽ എനർജി സെക്യൂരിറ്റി സംബന്ധിച്ച ആശങ്കകൾ വീണ്ടും ശക്തമായിരിക്കുകയാണ്. ഒരു വാചകം, ഞങ്ങൾ എണ്ണ വിറ്റില്ല എങ്കിൽ ആരും വിൽക്കില്ല. ഇതൊരു രാഷ്ട്രീയ പ്രസ്താവനയായിട്ട് മാത്രം കാണാൻ സാധിക്കില്ല. കാരണം ലോകത്തിന്റെ സാമ്പത്തിക നാഡിയായ എനർജി സപ്ലൈയെ തൊടുന്ന സ്പർശിക്കുന്ന ഒരു മുന്നറിയിപ്പാണിത്. യുദ്ധം എത്ര ദിവസം നീളുമെന്നത് ഇപ്പോൾ ആർക്കും പറയാനാവില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മിഡിൽ ഈസ്റ്റിൽ ഒരു ചെറിയ സൈനിക നീക്കം ഉണ്ടായാലും അതിന്റെ ആഘാതം ലോകത്തിന്റെ ഫ്യൂവൽ പമ്പ് മുതൽ സ്റ്റോക്ക് മാർക്കറ്റ് വരെ എത്തും. ഇറാന്റെ ഈ ഒരു മുന്നറിയിപ്പ് വെറും വാക്കുകളായിട്ട് അവസാനിക്കുമോ, അല്ലെങ്കിൽ ലോകം വീണ്ടും ഒരു വലിയ ഓയിൽ ഷോക്ക് നേരിടേണ്ടി വരുമോ? അതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. Champions are in the arena. Rise from the streets. Remember champions. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. നമ്മുടെ പണമിടപാടുകളെയും ഔദ്യോഗിക രേഖകളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഈ പുതിയ മാറ്റങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളും നിയമക്കുരുക്കുകളും ഒഴിവാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. വ്യക്തികളുടെ സാമ്പത്തിക അടയാളമായി നിലകൊള്ളുന്ന പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ് സ്വന്തമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ജൂലൈ 1 മുതൽ പുതിയ പാൻ കാർഡിനായി അപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആധാർ കാർഡ് പൂർണ്ണമായും നിർബന്ധമാക്കിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ മറ്റ് ഔദ്യോഗിക രേഖകൾ ഉപയോഗിച്ച് പാൻ കാർഡ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇനി മുതൽ അതിന് സാധ്യതയില്ല. നികുതി വെട്ടിപ്പുകൾ തടയുന്നതിനും ഒരേ വ്യക്തി തന്നെ ഒന്നിലധികം പാൻ കാർഡുകൾ കൈവശം വെച്ച് നടത്തുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുമാണ് സർക്കാർ ഈ കടുത്ത തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ആധാർ വിവരങ്ങളുമായി പൂർണ്ണമായി പൊരുത്തപ്പെടുന്ന അപേക്ഷകൾ മാത്രമേ ഇനി മുതൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഈ പുതിയ പരിഷ്കാരത്തിൽ അമേരിക്കയിൽ വീണ്ടും ഒരു പഴയ വിവാദം പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. 2020 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചൈന ഇടപെട്ടു. ഈ ആരോപണം ആദ്യമായിട്ടല്ല ട്രംപ് ഉന്നയിക്കുന്നത്. എന്നാൽ ഇത്തവണ വ്യത്യാസമുണ്ട്. തന്റെ ആരോപണത്തിന് തെളിവാണ് എന്ന് പറഞ്ഞ് ട്രംപ് ചില ഡീക്ലാസിഫൈഡ് ഇന്റലിജൻസ് ഫയൽസ് പൊതുജനങ്ങൾക്കായിട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. എന്നാൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ രേഖകൾ പരിശോധിച്ച നിരവധി മാധ്യമങ്ങളും സ്വതന്ത്ര അനലിസ്റ്റുകളും പറയുന്നത് ട്രംപ് അവകാശപ്പെടുന്നത് പോലെ ചൈന ഈ ഇലക്ഷന്റെ ഫലം മാറ്റിയെന്നതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഒന്നും രേഖകളിൽ ഇല്ല എന്നതാണ്. പല രേഖകളും പഴയ ഇന്റലിജൻസ് വിലയിരുത്തലുകളോ അല്ലെങ്കിൽ പൂർത്തിയാകാത്ത അന്വേഷണങ്ങളോ അല്ലെങ്കിൽ പൊതുവായി അറിയപ്പെട്ട വിവരങ്ങളോ മാത്രമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു.
അതിലും ശ്രദ്ധേയമായ മറ്റൊരു കാര്യമുണ്ട്. ഈ രേഖകളിൽ ചിലത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് റഷ്യയുടെ തിരഞ്ഞെടുപ്പ് ഇടപെടൽ ശ്രമങ്ങളെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഫയലുകളിൽ ഉള്ളത്? ട്രംപിന്റെ ആരോപണങ്ങൾക്ക് തെളിവുണ്ടോ, അതോ ഇത് അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ മറ്റൊരു വലിയ പോരാട്ടമാണ്? നോക്കാം. ഒന്ന്, ഡേറ്റ ചോർച്ച. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് ഡേറ്റ ചോർച്ചയാണ് ചൈന നടത്തിയത്. 22 കോടി ജനങ്ങളുടെ പ്രൈവറ്റ് ഡീറ്റെയിൽസ് വോട്ട് ഫേക്ക് ആക്കുന്നതിനായിട്ട് ചൈന ഉപയോഗിച്ചു. രണ്ടാമത്തേത് സിസ്റ്റത്തിന്റെ ബലഹീനതകളാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും ബാലറ്റ് കൗണ്ടിംഗ് സിസ്റ്റങ്ങളും വോട്ട് രജിസ്ട്രേഷൻ ഡേറ്റാബേസുകളും എളുപ്പത്തിൽ ഹാക്ക് ചെയ്യാവുന്ന അവസ്ഥയിലാണ് എന്ന് വിദേശ ഏജൻസികൾക്ക് അറിയാമായിരുന്നു. മൂന്നാമത്തേത് മറ്റ് ശത്രു രാജ്യങ്ങളുടെ ഇടപെടൽ. ചൈനയ്ക്ക് പുറമെ റഷ്യ, ഇറാൻ, ഉത്തര കൊറിയ കൂടാതെ ചില അരാജക ഗ്രൂപ്പുകൾക്കും അമേരിക്കൻ വോട്ടിംഗ് രീതികൾ തകർക്കാൻ ശേഷിയുണ്ട് എന്ന് ട്രംപ് ആരോപിക്കുന്നു. വെനസ്വേല കണക്ഷനാണ് നാലാമത്തേത്. 2020 വെനസ്വേലയിലെ മഡൂറോ ഭരണകൂടം സ്വന്തം രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ഡിജിറ്റലായിട്ട് അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന CIA റിപ്പോർട്ടും ട്രംപ് പുറത്തുവിട്ടു. ഇതിനെല്ലാം പരിഹാരമായി സേവ് അമേരിക്ക ആക്ട് പാസ്സാക്കണമെന്നും വോട്ട് ചെയ്യാൻ വോട്ടർ ഐഡിയും പൗരത്വ തെളിവും നിർബന്ധമാക്കണമെന്നും ട്രംപ് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു. രണ്ടാം ഘട്ടത്തിൽ ട്രംപ് പ്രധാനമായിട്ടും ലക്ഷ്യമിട്ടത് അമേരിക്കയിലെ CIA ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ ഏജൻസികളെയും തനിക്കെതിരെ പ്രവർത്തിക്കുന്ന ഡീപ് സ്റ്റേറ്റിനെയുമാണ്. ചൈനീസ് ഇടപെടലിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇന്റലിജൻസ് ഏജൻസികൾ മനഃപൂർവ്വം കവർ ചെയ്യുകയും പൊതുജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കുകയും ചെയ്തു എന്ന് ട്രംപ് ആരോപിച്ചു. ഡിസംബർ 2021 നാഷണൽ ഇന്റലിജൻസ് ഓഫീസർ അയച്ച ചില ആഭ്യന്തര ഇമെയിലുകൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇന്റലിജൻസ് വിഭാഗത്തിനുള്ളിൽ തന്നെ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ട്രംപ് വാദിക്കുന്നത്. അതായത് താൻ ആദ്യമായിട്ട് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇത്തരം നിർണായക റിപ്പോർട്ടുകൾ തന്നിൽ നിന്നും മറച്ചുവെച്ചു എന്നാണ് ട്രംപിന്റെ പ്രധാന പരാതി. ഇനി നമുക്ക് ഇതിന്റെ മറുവശം അല്ലെങ്കിൽ യഥാർത്ഥ വസ്തുതകൾ പരിശോധിക്കാം. ട്രംപ് ഡീക്ലാസിഫൈ ചെയ്ത രേഖകളും അമേരിക്കൻ ഇന്റലിജൻസ് കമ്മ്യൂണിറ്റിയുടെ ഔദ്യോഗിക വിലയിരുത്തലുകളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, വോട്ടിംഗ് ഫലത്തിൽ മാറ്റമില്ല. അമേരിക്കൻ കോടതികളും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഫെഡറൽ ഏജൻസീസും ആവർത്തിച്ചു വ്യക്തമാക്കിയത് 2020 ഇലക്ഷൻ വോട്ടെണ്ണലിലോ അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനുകളിലോ യാതൊരു അട്ടിമറിയും നടന്നിട്ടില്ല എന്നാണ്. രണ്ടാമത്തേത്, റഷ്യയുടെ പങ്കാണ് ഇതിൽ വലുത്. US ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം 2016 2020 അമേരിക്കൻ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ഏറ്റവും സജീവമായി സൈബർ വിംഗ് ഉപയോഗിച്ചത് റഷ്യയാണ്. ട്രംപിനെ സഹായിക്കാനും ജോ ബൈഡനെ ദുർബലപ്പെടുത്താനും റഷ്യ വൻതോതിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. 3, ചൈന വോട്ട് മാറ്റിയിട്ടില്ല. ചൈന 22 കോടി വോട്ടർമാരുടെ പബ്ലിക് ഡേറ്റ ചോർത്തിയിട്ടുണ്ടാകാമെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം മാറ്റാൻ ഉദ്ദേശിച്ചുള്ള ഒരു വലിയ അട്ടിമറി ഓപ്പറേഷനും ചൈന നടത്തിയിട്ടില്ല എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 4, ചൈനയുടെ പ്രതികരണമാണ്. ട്രംപിന്റെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം തങ്ങൾ ഒരിക്കലും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടിട്ടില്ല എന്നും ഇനി ഇടപെടില്ലെന്നും വ്യക്തമാക്കി. അപ്പോൾ എന്തുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ വീണ്ടും ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്? വരാനിരിക്കുന്ന മിഡ് ടേം തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഇലക്ഷൻ സെക്യൂരിറ്റിയും മെയിൽ ഇൻ വോട്ടിംഗ് സുതാര്യതയും വീണ്ടും വലിയ ചർച്ചയാക്കുക എന്ന തന്ത്രമാണ് ഇതിന് പിന്നിൽ. എന്നാൽ തെളിവുകളില്ലാതെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ സംശയനിഴലിൽ നിർത്തുന്നത് ജനങ്ങൾക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുമെന്ന് ഡെമോക്രാറ്റുകളും സ്വതന്ത്ര നിരീക്ഷകരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഡീക്ലാസിഫൈ ചെയ്ത രേഖകളിൽ വലിയൊരു ഭാഗം ഇനിയും കറുത്ത മഷി കൊണ്ട് മായ്ച്ച അവസ്ഥയിലായതിനാൽ അമേരിക്കൻ കോൺഗ്രസ് ഇന്റലിജൻസ് കമ്മിറ്റികൾ ഇനി കൂടുതൽ വിവരങ്ങൾ സഭയ്ക്ക് മുന്നിൽ കൊണ്ടുവരേണ്ടി വരും. അമേരിക്കയിലെ തെരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ അവസാനിക്കുന്ന ലക്ഷണമില്ല. ഒരു വശത്ത് ട്രംപ് പുതിയ രേഖകൾ കാണിച്ച് ചൈനയെ കുറ്റപ്പെടുത്തുന്നു, മറുവശത്ത് ഇന്റലിജൻസ് റിപ്പോർട്ടുകളും സ്വതന്ത്ര വിശകലനങ്ങളും പറയുന്നത് ആ രേഖകൾ അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണത്തെ വ്യക്തമായി തെളിയിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് ഈ സംഭവം ഒരു രാജ്യത്തെ മാത്രം സംബന്ധിക്കുന്ന വാർത്തയല്ല. ലോകത്തിലെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യത്തിൽ പോലും തെരഞ്ഞെടുപ്പ് സുരക്ഷ, വിദേശ സ്വാധീനം, രാഷ്ട്രീയ വിശ്വസ്യത എന്നിവ എത്ര വലിയ ചർച്ചാ വിഷയങ്ങളാണ് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന സംഭവമാണ്. ഇനി ഈ വിവാദം പുതിയ അന്വേഷണങ്ങളിലേക്ക് പോകുമോ, അതോ 2026 അമേരിക്കൻ മിഡ് ടേം തിരഞ്ഞെടുപ്പിന്റെ പ്രധാന രാഷ്ട്രീയ ആയുധമായിട്ട് മാറുമോ? അതായിരിക്കും ഇനി ലോകം ഉറ്റുനോക്കുന്നത്. യുദ്ധമില്ല, മിസൈൽ ആക്രമണമില്ല, ഭൂകമ്പവുമില്ല. എന്നിട്ടും യൂറോപ്പിലെ 3 വലിയ രാജ്യങ്ങൾ ഇന്ന് വലിയൊരു ദുരന്തത്തോട് പൊരുതുകയാണ്: സ്പെയിൻ, ഫ്രാൻസ്, ഇറ്റലി. ഈ വൻകിട രാജ്യങ്ങളിലെ വിവിധ പ്രദേശങ്ങൾ കത്തിയമർന്നുകൊണ്ടിരിക്കുകയാണ്. കാട്ടുതീ നിയന്ത്രണം വിട്ട് പടരുകയാണ്. ആയിരക്കണക്കിന് ആളുകളെ വീടുകളിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടി വന്നു. 100 കണക്കിന് അഗ്നിശമന സേനാംഗങ്ങൾ രാവും പകലും പോരാടുകയാണ്. ഏറ്റവും ദുഃഖകരമായ കാര്യം, ഈ തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടെ 3 ഫയർ ഫൈറ്റേഴ്സിന് ജീവൻ നഷ്ടപ്പെട്ടു. ഇതൊരു സാധാരണ വൈൽഡ് ഫയർ മാത്രമല്ല, യൂറോപ്പ് നേരിടുന്ന ക്ലൈമറ്റ് ക്രൈസിസ് എത്ര ഭീകരമായ തലത്തിലേക്ക് എത്തിയെന്ന് ലോകത്തിന് മുന്നറിയിപ്പ് നൽകുകയാണ്. 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് പലയിടത്തും താപനില എത്തി നിൽക്കുന്നത്. യൂറോപ്പിനെ മുഴുവൻ വിറപ്പിച്ച ഈ ഭീകരമായ കാട്ടുതീക്ക് പിന്നിൽ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഇവിടെ നടക്കുന്നത്, എന്തുകൊണ്ടാണ് തീ ഇത്ര വേഗത്തിൽ പടരുന്നത് പരിശോധിക്കാം. ആദ്യം നോക്കാം ഫ്രാൻസിലെ സ്ഥിതി.
ഫ്രാൻസിന്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള പ്രശസ്തമായ ആർക്കാഷോൺ ബേസൻ മേഖലയിലും ബോർഡോ വിമാനത്താവളത്തിന് സമീപവുമാണ് അതിഭീകരമായ കാട്ടുതീ ആഞ്ഞടിക്കുന്നത്. തെക്കൻ ഫ്രാൻസിലെ വാൾ മേഖലയിലും ഗിറോണ്ടെ മേഖലയിലും തീ നിയന്ത്രണം വിട്ട് പടരുകയാണ്. നിരവധി വീടുകൾ ഒഴിപ്പിച്ചു. ചില പ്രദേശങ്ങളിൽ സർക്കാർ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. പുറത്ത് തീ കത്തിക്കാൻ പാടില്ല. ചിലയിടങ്ങളിൽ കമ്പഷൻ എഞ്ചിൻ ഉപയോഗിക്കുന്ന ജോലികൾക്കും വിലക്ക് ഏർപ്പെടുത്തി. കാരണം ഒരു ചെറിയ തീപ്പൊരി പോലും വലിയ ദുരന്തമായി മാറുന്ന അവസ്ഥയാണ്. തീപിടുത്തത്തിന്റെ തീവ്രത നോക്കുമ്പോൾ വളരെ അടുത്തടുത്തായിട്ട് നിൽക്കുന്ന പൈൻ മരക്കൂട്ടങ്ങൾക്കിടയിലൂടെ അതിവേഗമാണ് തീ പടരുന്നത്. ഫയർമെൻ ഇതിനെ അപൂർവമായ തീവ്രതയുള്ളത് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി മരണങ്ങൾ: ഫ്രാൻസിൽ മാത്രം 2 ഫയർമാൻമാരാണ് തീ അണയ്ക്കുന്നതിനിടെ വീരമൃത്യു വരിച്ചത്. ഇത് ഫ്രഞ്ച് സമൂഹത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി ലോറൻ ന്യൂനെസ് ദുരന്തമുഖത്തുള്ള ഫയർമാൻമാരുടെ കുടുംബങ്ങളെ സന്ദർശിക്കുകയും തൊഴിലാളികളുടെ അമിത ഭാരത്തെക്കുറിച്ചും റിസോഴ്സുകളുടെ കുറവിനെക്കുറിച്ചുമുള്ള യൂണിയനുകളുടെ മുന്നറിയിപ്പുകൾ ഗൗരവമായിട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. മെഡിറ്ററേനിയൻ തീരത്തുള്ള വാർ മേഖലയിലും മറ്റൊരു വലിയ കാട്ടുതീ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ലണ്ടനിലെ ഹീത്രൂ എയർപോർട്ടിന്റെ ഇരട്ടി വലുപ്പമുള്ള വനപ്രദേശമാണ് ഇവിടെ കത്തി നശിച്ചത്. 400-ലധികം ആളുകളെയാണ് ഇവിടങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ചത്. 100 കണക്കിന് ഫയർമാൻമാരും വാട്ടർ ബോംബിംഗ് എയർക്രാഫ്റ്റുകളും ചേർന്നാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ പാടുപെടുന്നത്. ഫ്രഞ്ച് ഗ്രാമങ്ങളിലെ ജനങ്ങൾ കറുത്ത പുകമേഘങ്ങൾ കാരണം വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യുന്ന ദാരുണമായ കാഴ്ചകളാണ് പുറത്തുവരുന്നത്. ഈ വർഷം മാത്രം ഫ്രാൻസിൽ 44,000 ഹെക്ടറിലധികം ഭൂമി കത്തി നശിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ഇനി ഇറ്റലി, പ്രത്യേകിച്ച് തെക്കൻ ഇറ്റാലിയൻ ദ്വീപായ സിസിലിയിൽ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. ദിവസങ്ങളായിട്ട് തുടരുന്ന കാട്ടുതീ അണയ്ക്കാനായിട്ട് ഏകദേശം 6000-ഓളം ഫയർമാൻമാരും ഫോറസ്റ്റ് ഗാർഡുകളും സിവിൽ പ്രൊട്ടക്ഷൻ ഒഫീഷ്യൽസും രംഗത്തിറങ്ങിയിരിക്കുന്നുണ്ട്. ഒരേ സമയം 50-ലധികം സ്ഥലങ്ങളിൽ തീ ആളി പടരുകയാണ്. സിസിലി റീജിയൻ തലവൻ റെനാറ്റോ സ്റ്റെഫാനി വ്യക്തമാക്കി. 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ചൂടും ശക്തമായ ചൂട് കാറ്റും തീ അതിവേഗം പടരാൻ കാരണമായിട്ടുണ്ട്. ചില പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചു. ആയിരക്കണക്കിന് ഫയർ ഫൈറ്റേഴ്സ്, ഫോറസ്റ്റ് ഗാർഡ്, സിവിൽ പ്രൊട്ടക്ഷൻ ടീമുകൾ, വാട്ടർ ബോംബിംഗ് എയർക്രാഫ്റ്റ് എന്നിവയെല്ലാം രംഗത്തുണ്ട്. ഇവിടെയും ഒരു ഫയർ ഫൈറ്ററിന് ജീവൻ നഷ്ടപ്പെട്ടു. ഇതിലും വലിയൊരു ഞെട്ടിക്കുന്ന വിവരം ഇറ്റലിയിലെ കാലാബ്രിയ നിന്നാണ് പുറത്തു വരുന്നത്. അവിടെ റിപ്പോർട്ട് ചെയ്ത 160-ലധികം തീപിടുത്തങ്ങളിൽ പലതും സാമൂഹിക വിരുദ്ധർ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് എന്ന് സിവിൽ പ്രൊട്ടക്ഷൻ അധികൃതർ വെളിപ്പെടുത്തി. തീ വേഗത്തിൽ പടർത്താൻ വേണ്ടി തെരുവു പൂച്ചകളുടെ വാലുകളിൽ കത്തുന്ന തുണികളും മറ്റും കെട്ടിവെച്ചാണ് ഈ ക്രൂരത കാട്ടിയത് എന്നത് ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇനി സ്പെയിനിലേക്ക് വരുമ്പോൾ തലസ്ഥാനമായ മെഡ്രിഡിന് തൊട്ട് തെക്കുള്ള ടൊലീഡോ നഗരത്തിന് ചുറ്റുമുള്ള നിരവധി ജില്ലകളിൽ സ്പാനിഷ് അധികാരികൾ ഇവാക്യുവേഷൻ ഓർഡേഴ്സ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കാട്ടുതീ വീടുകളിലേക്ക് അടുക്കുമെന്ന ഘട്ടത്തിൽ ജനങ്ങളുടെ മൊബൈൽ ഫോണുകളിലേക്ക് എമർജൻസി അലേർട്ടുകൾ അയച്ചു. പ്രധാന റോഡുകളെല്ലാം സിവിൽ ഗാർഡ് തടഞ്ഞിരിക്കുകയാണ്. 3 ഗ്രാമങ്ങളിലെ മുഴുവൻ ജനങ്ങളെയും പൂർണ്ണമായിട്ട് ഒഴിപ്പിച്ചു. 4ാമത്തെ ഗ്രാമത്തിലുള്ളവരോട് വീടുകൾക്ക് പുറത്തിറങ്ങരുത് എന്നും ജനലുകളും വാതിലുകളും പൂർണ്ണമായി അടച്ചിടാനും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മെഡ്രിഡിന് വടക്കായിട്ട് ഇതിനോടകം 10,000 കണക്കിന് ഹെക്ടർ വനപ്രദേശം നശിപ്പിച്ച വലിയൊരു കാട്ടുതീക്ക് പുറമെയാണ് ഇപ്പോൾ ടൊളിഡോയിലും പുതിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സ്പെയിനിൽ റെക്കോർഡ് വനമേഖലയാണ് കത്തി അമർന്നത് എന്നത് ഈ ഒരു പ്രതിസന്ധിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് യൂറോപ്പിൽ ഇത്രയധികം കാട്ടുതീ ഉണ്ടാകുന്നത്? ക്ലൈമറ്റ് സയന്റിസ്റ്റ് വളരെ ക്ലിയർ ആയി പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യൻ ഫോസിൽ ഫ്യൂൽസ് കത്തിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ആഗോള താപനവും ക്ലൈമറ്റ് ചേഞ്ചുമാണ് ഇത്തരം അതിതീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾക്ക് പ്രധാന കാരണം. വളരെ ഉയർന്ന താപനിലയും, അതായത് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ, പിന്നെ അതുപോലെ മഴ ലഭിക്കാത്തത് മൂലം വറ്റി വരണ്ട മണ്ണും വീശിയടിക്കുന്ന വളരെ ശക്തമായ വരണ്ട കാറ്റ്, ഇതൊക്കെ തീപിടുത്തത്തിന് ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് ഒരുക്കുന്നത്. ഇത് ഒരു വർഷം മാത്രമല്ല, ഈ ഒരു വർഷം മാത്രമല്ല, വരും വർഷങ്ങളിലും യൂറോപ്പിന് വലിയൊരു ഭീഷണിയായിട്ട് തുടരുമെന്നാണ് യൂറോപ്യൻ അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. ശാസ്ത്രജ്ഞർ മറ്റൊരു പ്രധാന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ഇത്തരം സംഭവങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കുകയാണ്. ലോകതാപനം കാരണം മണ്ണിലും മരങ്ങളിലും ജലാംശം വളരെ വേഗത്തിൽ നഷ്ടമാകുന്നു. അതോടെ ഒരു ചെറിയ തീപ്പൊരി പോലും നിമിഷങ്ങൾക്കകം വലിയ വൈൽഡ് ഫയർ ആയിട്ട് മാറുന്നു. വേൾഡ് വെതർ അട്രിബ്യൂഷൻ ഉൾപ്പെടെയുള്ള പഠനങ്ങൾ പറയുന്നത് ഈ വർഷത്തെ യൂറോപ്യൻ വരൾച്ചയും അതിനെ തുടർന്നുള്ള തീപിടുത്തങ്ങളും മനുഷ്യനിർമ്മിത കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ, ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആഘാതം മൂലം കൂടുതൽ രൂക്ഷമായി എന്നാണ്. ഈ ഒരു ദുരന്തം ശരിക്കും വനങ്ങൾ മാത്രം കത്തി നശിക്കുന്നതിൽ ഒതുങ്ങുന്നില്ല. ടൂറിസം, അഗ്രികൾച്ചർ, വൈദ്യുതി വിതരണം, ഗതാഗതം, പ്രാദേശിക സമ്പദ് വ്യവസ്ഥ എന്നിവയും വലിയ തിരിച്ചടി നേരിടുകയാണ്. റോഡുകൾ അടച്ചു, ഗ്രാമങ്ങൾ ഒഴിപ്പിച്ചു, ഫയർ ഫൈറ്റിംഗ് ഓപ്പറേഷൻസ് തുടരുകയാണ്. ലക്ഷക്കണക്കിന് യൂറോപ്യൻ പൗരന്മാർ കടുത്ത ചൂട് മുന്നറിയിപ്പിന് കീഴിലാണ്. ഒരു കാലത്ത് കാട്ടുതീ എന്നത് വേനൽക്കാലത്ത് ഇടയ്ക്കൊക്കെ സംഭവിക്കുന്ന ഒരു പ്രകൃതി ദുരന്തമായിരുന്നു. പക്ഷെ ഇന്ന് അത് ലോകത്തിന്റെ പുതിയ യാഥാർത്ഥ്യമായി മാറുകയാണ്. സ്പെയിൻ, ഫ്രാൻസ്, ഇറ്റലി എന്നിവിടങ്ങളിൽ കത്തുന്നത് വെറും വനങ്ങൾ മാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ലോകത്തിന്റെ മുന്നറിയിപ്പുകൾ കൂടിയാണ്. ഇന്ന് യൂറോപ്പ് കത്തുകയാണ്, നാളെ മറ്റേതെങ്കിലും ഭൂഖണ്ഡമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത ഒരു യൂറോപ്യൻ വാർത്ത മാത്രമല്ല.
മുഴുവൻ ലോകത്തിനുമുള്ള ഒരു ക്ലൈമറ്റ് വാർണിംഗ് ആണ്. ടെഹ്റാനെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് US-ഓ ഇസ്രായേലോ അല്ല, സ്വന്തം രാജ്യത്തിനുള്ളിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. ഒരു വശത്ത് സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കാൻ അമേരിക്കയുമായിട്ട് ചർച്ചകൾ തുടരണമെന്ന് പറയുന്ന ഒരു സർക്കാർ, മറുവശത്ത് അതിനെ ശക്തമായിട്ട് എതിർക്കുന്ന ഹാർഡ് ലൈനർ വിഭാഗം. ഇറാനിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. സ്വിറ്റ്സർലാൻഡിൽ US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിൽ വളരെ നിർണായകമായ ഉന്നതതല ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ഈ വെടിനിർത്തൽ സമ്പൂർണ്ണമായിട്ട് തകരുമോ എന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ. പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ഈ ചർച്ചകളിൽ പ്രധാനമായും 3 തടസ്സങ്ങളാണുള്ളത്. ഒന്ന്, ന്യൂക്ലിയർ ഇൻസ്പെക്ഷൻസ്. UN ആണവ പരിശോധകർക്ക് ഇറാൻ വീണ്ടും അനുമതി നൽകുമെന്ന് JD വാൻസ് അവകാശപ്പെടുമ്പോൾ ഇറാന്റെ പരമാധികാരം പണയം വെച്ചുള്ള വ്യവസ്ഥകൾ അംഗീകരിക്കില്ല എന്നാണ് തെഹ്റാൻ മറുപടി നൽകുന്നത്. 2, ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ. കടൽമാർഗമുള്ള എണ്ണക്കടത്ത് തടസ്സമില്ലാതെ നടക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെടുമ്പോൾ തങ്ങൾക്കെതിരെയുള്ള ഉപരോധങ്ങൾ നീക്കാതെ ശാശ്വത സമാധാനം ഉണ്ടാകില്ല എന്ന് ഇറാൻ പറയുന്നു. 3, മരവിപ്പിച്ച സ്വത്തുക്കൾ. വിദേശ ബാങ്കുകളിൽ മരവിപ്പിച്ചിട്ടിരിക്കുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ സ്വത്തുക്കൾ വിട്ടുകിട്ടണമെന്ന ആവശ്യത്തിലും ഇറാൻ ഉറച്ചു നിൽക്കുന്നു. ഇറാനിലെ രാഷ്ട്രീയ ഭിന്നത കൂടുതൽ രൂക്ഷമാവുകയാണ്. ഹാർഡ് ലൈനർ നേതാക്കൾ സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർത്തുന്നത്. അവരുടെ ആരോപണം എന്ന് പറയുന്നത് അമേരിക്കയുമായിട്ട് ധാരണയിൽ എത്താൻ ശ്രമിക്കുന്നത് ഇറാന്റെ ദേശീയ താല്പര്യങ്ങളെയും വിപ്ലവ ആശയങ്ങളെയും ദുർബലമാക്കുമെന്നാണ്. അതേസമയം സർക്കാർ പറയുന്നത് മറ്റൊന്നാണ്. വർഷങ്ങളായിട്ടുള്ള ഉപരോധങ്ങളും അടുത്തിടെ നടന്ന യുദ്ധവും ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. ഉപരോധങ്ങളിൽ ഇളവ് ലഭിക്കണമെങ്കിൽ അമേരിക്കയുമായിട്ട് സംഭാഷണം അനിവാര്യമാണ് എന്നാണ് അവരുടെ നിലപാട്. ഹാർഡ് ലൈനർ വിഭാഗം ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അമേരിക്കയെ വിശ്വസിക്കാൻ കഴിയില്ല, കൂടുതൽ വിട്ടുവീഴ്ചകൾ വേണ്ട, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് അവരുടെ വാദം. ഈ അഭിപ്രായ ഭിന്നത ഇപ്പോൾ ഇറാന്റെ വിദേശ നയത്തെയും ആണവ ചർച്ചകളെയും നേരിട്ട് ബാധിക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. അമേരിക്കയിൽ നിന്നുള്ള ഭീഷണിക്ക് പുറമെ ഇറാന്റെ ഭരണകൂടം ഇപ്പോൾ സ്വന്തം രാജ്യത്തിനകത്ത് വലിയൊരു ഇക്കണോമിക് ക്രൈസിസ് ആണ് നേരിടുന്നത്. ഇപ്പോൾ ഇറാന്റെ ഏറ്റവും വലിയ വെല്ലുവിളി പുറത്തു നിന്നുള്ള യുദ്ധമല്ല, അകത്തു നിന്നുള്ള രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്. ഈ ഒരു ആഭ്യന്തര ഭിന്നത പരിഹരിക്കാനായാൽ അമേരിക്ക ഇറാൻ ബന്ധത്തിൽ പുതിയ അധ്യായം തുറക്കപ്പെടാം. പക്ഷേ അത് കൂടുതൽ രൂക്ഷമാവുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഇപ്പോഴും വളരെ ദുർബലമാണ് എന്നും യുദ്ധം ഏത് നിമിഷവും കൂടുതൽ കടുക്കാം എന്നുള്ള മുന്നറിയിപ്പുമാണിത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെല്ലുവിളികളും സംഘർഷങ്ങളും തുടരുന്നുണ്ടെങ്കിലും അതേസമയം പുതിയ സുരക്ഷാ സംവിധാനങ്ങളും നയതന്ത്ര ശ്രമങ്ങളും ദുരന്തങ്ങളെ നേരിടാനുള്ള ആഗോള സഹകരണവും മുന്നോട്ട് പോകുന്നുണ്ട് എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിവരങ്ങൾ അറിയുന്നത് മാത്രമല്ല, അവയുടെ പിന്നിലെ യഥാർത്ഥ ചിത്രം മനസ്സിലാക്കുന്നതും ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനമാണ്. പ്രതിസന്ധികളെല്ലാം മറികടന്ന് സമാധാനം തിരികെ വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.